ദീപ ടീച്ചറും വിജയരാഘവനും ഇപ്പോൾ വലിയ തിരക്കിലാണ്. കാരണം മറ്റൊന്നുമല്ല, ആലത്തൂരിൻ്റെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ ജയിപ്പിക്കാനുള്ള തിരക്കിലാണ്. ഇടതുപക്ഷം വിജയമുറപ്പിച്ച സീറ്റ് പാട്ടും പാടി രമ്യ ഹരിദാസ് നേടും എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൈബർ പോരാളികൾ തൊട്ടതല്ല രമ്യയ്ക്ക് അനുകൂലമാക്കി കൊടുത്തിട്ടുമുണ്ട്. ദീപാ നിശാന്ത് തുടങ്ങി നവമാധ്യമ പോരാട്ടം CPM അവസാനിക്കുന്നിടത്തൊക്കെ രമ്യയുടെ വിജയം ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി. രമ്യയ്ക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്ന പോസ്റ്ററുകൾക്ക് മുകളിൽ CPM സ്ഥാനാർത്ഥിയായ PK ബിജുവിന്റെ പോസ്റ്ററുകൾ പതിച്ചതിന്റെ ദൃശ്യങ്ങളും നവമാധ്യമങ്ങളിൽ നിറഞ്ഞു. സ്ക്രാച്ച് ആൻഡ് വിൻ പരാമർശം ഉയർത്തി UDF അത് അനുകൂലമാക്കൂ. സൈബർ പോരാളികൾ തൊട്ടതെല്ലാം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് അനുകൂലമായ വിവാദത്തിലെത്തിയതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ യുദ്ധത്തിന് CPM കടിഞ്ഞാണിടുന്നു. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ നേടിയെടുത്ത മേൽക്കൈ വിവാദങ്ങളിൽ തട്ടി വീണു. പാർട്ടി ആകെ പ്രതിരോധത്തിലായിരിക്കുന്നു. വിജയമുറപ്പിച്ച സീറ്റിൽ രമ്യയ്ക്ക് വാർത്താ മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ഇതുവരെ ഇല്ലാത്ത സ്വീകാര്യത കൂടി കിട്ടിയതോടെയാണ് CPM വിഷയത്തിൽ ഇടപെടുന്നത്. ഇന്റർനെറ്റിലൂടെ ചർച്ച കൊഴുപ്പിക്കേണ്ടെന്നാണ് നിർദ്ദേശം. പാട്ടുപാടി വോട്ട് പിടിച്ചതിനെ രൂക്ഷമായി വിമർശിച്ച തൃശൂർ കേരളവർമ്മ കോളേജിലെ അധ്യാപിക ദീപാ നിശാന്ത് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് രമ്യയ്ക്ക് നൽകിയ പ്രശസ്തി ചില്ലറയൊന്നുമല്ലായിരുന്നു. LDF കൺവീനർ വിജയരാഘവൻ നടത്തിയ പരാമർശവും നവമാധ്യമങ്ങളിൽ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. സംസ്ഥാനമാകെ രമ്യയുടെ വിജയം ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി. രമ്യയ്ക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്ന പോസ്റ്ററുകൾക്ക് മുകളിൽ CPM സ്ഥാനാർത്ഥിയായ PK ബിജുവിന്റെ പോസ്റ്ററുകൾ പതിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളും നവമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിനെ UDF അങ്ങ് അനുകൂലമാക്കി തീർത്തു. അവർക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന പരാമർശം നടത്തി UDF അതിനെ അവർക്ക് അനുകൂലമാക്കി തീർത്തിരുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ട് പാലക്കാട് വണ്ടി കയറും മുമ്പ് തന്നെ പാട്ടും ചിന്തയും കലർത്തിയുള്ള രമ്യയുടെ പ്രസംഗങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. മാസ് എൻട്രിയുടെ തുടർച്ചയായി ഉണ്ടായ വിവാദങ്ങൾ കൂടിയായതോടെ രമ്യ കളം നിറഞ്ഞ് കളിച്ചു തുടങ്ങി. ഈ സ്ഥിതി തുടരുന്നതിൽ CPM നേതൃത്വത്തിന് വലിയ ആശങ്ക തന്നെയുണ്ട്. അതൊഴിവാക്കാനാണ് ആലത്തൂർ വിഷയത്തിൽ നവമാധ്യമ ചർച്ചകളിൽ കൂടുതൽ ഇടപെട്ട് വഷളാക്കേണ്ട എന്ന തീരുമാനം CPM എടുത്തത്. ഇപ്പോഴെങ്കിലും ആ തീരുമാനം എടുത്തത് നന്നായി. കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ് അണിയറ സംസാരമെങ്കിലും ഇപ്പോഴെങ്കിലും എടുത്തത് വളരെ നന്നായി. കാരണം രമ്യ ഹരിദാസിനെ ഇത്രത്തോളം ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിച്ചത് CPM തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദീപ ടീച്ചർ തുടക്കം ദീപ ടീച്ചറിലൂടെ ആണെങ്കിലും വിജയരാഘവനും ദീപ ടീച്ചറും രമ്യയെ ജയിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.